ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. പക്ഷെ കടുത്തിക്ക് പറയാം എന്നാ കുഴപ്പം, മുസൽമാനാണ്. അങ്ങനെ വാപ്പ മോത്തിലാൽ നെഹ്റു മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, മോത്തിലാലിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കളിപ്പിൽ വെച്ച് മനുഷ്യടക്കാം. പുള്ളി പെരക്കാത്തല്ലേ പെരക്കാത്ത 5 പേര് നിൽക്കരിക്കും, മനസ്സിലായോ? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് നടക്കുക. പുള്ളി മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കും. ഞാൻ ഇയാൾക്ക് മറുപടി പറയാൻ വന്നില്ല, ഇയാൾ മറുപടി അർഹിക്കുന്നില്ല. ഇയാൾക്ക് മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വാഴക്ക് തടവെടുക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ അവരുടെ നിലവാരം ഒരവസ്ഥ അറിയിക്കുകയാണ്. ഞാൻ നിങ്ങളോട് വളരെ സവിനയം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ മാധ്യമധർമ്മം എന്താണെന്ന് അറിയില്ലേ? ഈ സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇമാതിരി തൊള്ള കക്കൂസുകളെ എന്തിനാണ് സമൂഹത്തിന് മുമ്പിൽ കേൾപ്പിക്കുക? എന്ത് ഗുണമാണ്? ഇവരൊക്കെ ഇന്നേ വരെ നാവ് തുറന്നിട്ട് സമൂഹത്തിന് ഗുണമുള്ള എന്തെങ്കിലും ഒരു അക്ഷരം ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ പുകഴ്ത്തി മറ്റ് സമൂഹങ്ങളെ എഴുത്തി എന്ന് മാത്രമല്ല, കൈവെട്ടപ്പെട്ട ജോസഫ് മാഷിന്റെ കൈയല്ല അയാളുടെ തലയായിരുന്നു പോകേണ്ടിയിരുന്നെന്ന് പറഞ്ഞ അത്രയും വലിയ വൃത്തികെട്ടവനാണ്. ഇയാളെ കാണുമ്പോൾ നമ്മുടെ ഓന്ത് പലപ്പോഴും നാണിച്ചു മാറിയിക്കാറുണ്ട്, ഇടം നിറം മാറ്റം. ഇതുപോലുള്ള അവസരവാദികളെ പൂങ്കുളം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ കഴിയുന്ന ഇത്തരം സാധനങ്ങളെ പോയി ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ചില്ലറ ഉളുപ്പൊന്നുമല്ല. നിങ്ങൾ ഈ സമൂഹത്തിന്റെ സ്ഥായിയായിട്ടുള്ള സമാധാനത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. നിങ്ങൾ ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും? ഇത്തരം വിദ്വേഷങ്ങൾ എന്തിനാണ് സമൂഹത്തിൽ കേൾപ്പിക്കുക? എന്ത് ഗുണമാണുള്ളത്? ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾ തെറ്റിദ്ധരിക്കത്തില്ലേ? പല ആളുകളും കമന്റ് ബോക്സിൽ ക്രിസ്ത്യാനികൾ ചീത്ത വിളിക്കത്തില്ലേ? എല്ലാ ക്രിസ്ത്യാനികളും ഇയാളെ പോലെ വെറും വൃത്തികെട്ടവരാണോ? അല്ല, ഒരുപാട് സമഭാവനയുള്ള, വിദ്യാഭ്യാസം വിവരമുള്ള, പക്വതയുള്ള എത്ര ക്രൈസ്തവരുണ്ട്. അവരെ കൂടി ചീത്ത കേൾപ്പിക്കുന്നില്ല. നല്ലവരായ സത്യക്രിസ്ത്യാനികളെ കൂടി ചീത്ത കേൾപ്പിക്കുന്ന പരിപാടിയല്ലേ ഇതൊക്കെ? ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ എന്തെങ്കിലും ഇയാൾക്ക് ചരിത്രം അറിയോ? അയാൾ പറയാണ് അയാളുടെ ചുറ്റുവട്ടത്തിൽ നിന്നുള്ളവർക്ക് ചിരിക്കുകയാണ്. അയാളുടെ ചുറ്റുവട്ടത്തുള്ള ആ മറ്റ് ടീം ചിരിക്കുകയാണ്. ഇയാൾ അതേ മാനസികാവസ്ഥയുള്ളവർ. ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു. അദ്ദേഹം വീട്ടിൽ നിസ്കരിക്കാൻ ആണെങ്കിൽ എന്താണ്? ജവഹർലാൽ നെഹ്റു മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ എന്താണ് പ്രശ്നം? ഇന്ത്യ ഭരിച്ച ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവം? 800 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച മുഗളന്മാരടാ, മുസ്ലിമീങ്ങളാടാ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്തിനു വേണ്ടിയായിരുന്നു? ബ്രിട്ടീഷുകാരെ ഒരിക്കലും മാത്രമല്ല, ബഹദൂർ ഷാ സഫറിനെ വീണ്ടും ആ സ്ഥാനത്തിരുത്താൻ വേണ്ടിയായിരുന്നു. അഥവാ മുഗൾ ഭരണം വീണ്ടും തുടർച്ചയായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിമും കൈകൂർത്ത് പിടിച്ച് ഒന്നിച്ചൊന്നായി 1857 ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് ബഹദൂർ ഷാ സഫർ വീണ്ടും ഭരിക്കണമെന്നാ. അപ്പൊ 800 വർഷക്കാലത്തെ ഭരണത്തിന്റെ തുടർച്ച വീണ്ടും ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിച്ചിരുന്നു. എന്താണ് ഇനിയിപ്പം നെഹ്റു മുസ്ലിമാണ്, ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു പോലും. കാരണം അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന മോത്തിലാൽ നെഹ്റു രഹസ്യമായിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യും, ഈ മോത്തിലാൽ നെഹ്റുവിന്റെ